ഹലോ ഗൈസ്, നമുക്കിന്ന് കോട കണ്ടിട്ട് വന്നാലോ? എവിടെ പോകുന്ന കോട കാണാൻ? ഇല്ലിക്കല്ല്. കോട്ടയംകാരിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലിക്കല്ല് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ ആരോടെ പോകുന്നതെന്ന് അറിയാവോ? ചാച്ചു. അവർ 7 ദിവസം കൂടി ഇവിടെ ഉള്ളൂ. ഞാൻ തിങ്കളാഴ്ച ഇവിടുന്ന് പോകും. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നങ്ങ് പോകാം. 5:30 ആയപ്പോഴത്തേക്കും 5:30 അല്ലല്ലോ, 5:15 ആയപ്പോഴത്തേക്കാണ് വീട്ടിൽ ഇറങ്ങിയാണ്. ഞങ്ങൾക്ക് നേരെ പോകുന്നത് ഇല്ലിക്കല്ലോട്ട്. അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഫുൾ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ചായ നല്ല പോകുന്നുണ്ട് ഗൈസ്. തൊണ്ടയിലെ പരിപാടി ഞങ്ങള് ട്രക്കിങ്ങിന് പോവുകയാണ്. ഇതാണ് എന്റെ കോച്ച്. പകുതി കയറിയപ്പോഴേ ഞാൻ കേതക്കാൻ തുടങ്ങി. അമ്മോ, എന്തോ ഇല്ലിക്കല്ലിന്റെ ബാക്ക് സൈഡാണ്. ഇതൊക്കെ കാണുമ്പോഴൊരു ആശ്വാസം. കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്ത് പോകാം. റോഡ് അതാണ് ഗൈസ്. സമയം ഷാർപ്പ് 7 മണി. ഫോണും പിടിച്ചുകൊണ്ട് എനിക്കിത് കയറാൻ പറ്റുന്നില്ല. ഞാൻ അവസരം കുറച്ചൊന്ന് കേറിയിട്ട് നിങ്ങൾ അവിടുത്തെ വ്യൂ കാണിക്കും ഗൈസ്. ഓക്കെ, ബൈ. ഒരു വിധത്തിൽ ഇല്ലിക്കല്ലിന്റെ ഓൾമോസ്റ്റ് വരെ എത്തി. ഇന്ന് നമ്മൾ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അത്യാവശ്യം ഫേമസ് ആയ നരകപാലം. ഇവനെന്നെ കുറച്ച് പേടിപ്പിച്ച് നിർത്തിയേക്കുമാണ്. ഇത്രയും വീതിയേ ഉള്ളൂ, അപ്പുറത്തും ഇപ്പുറത്തും കൊക്കെയാണ്. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യണ്ടേ. സോ ഞാൻ നരകപാലത്തിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നരകപാലം ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ പോകാം. പൈസയാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ നമുക്കൊന്ന് കൂടി നോക്കിയാലോ, ആരെങ്കിലും തിരിച്ചു പോകുമോ നോക്കാം. ജമ്മോന്ന് അറിയത്തില്ല, എന്നാലും കൂടി നോക്കാൻ കഴിയും. ഞാൻ ആദ്യം വിചാരിച്ച ചമ്മി പോയെന്നാ. നിങ്ങൾക്ക് കേട്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം ഒരു കൂവ് കൂവി, തിരിച്ച് അതുപോലെ കൂവ് വന്ന്, 2 കൂവി, അതുപോലെ 2 കൂവ് വന്ന്, 3 കൂവി, അതുപോലെ 3 കൂവി വന്നു. ഗൈസ്, ഞാനത് അന്ന് വീഡിയോ എടുത്തതിൻ്റെ അത് സൗണ്ട് ക്ലാരിറ്റി കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഓൺ വോയിസ് ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, അപ്പുറത്തും ഇപ്പുറത്തും കൊക്കയാണ്. നമുക്ക് ഈ കെയർഫുള്ളായിട്ട് പോയില്ലെങ്കിൽ നമ്മൾ എന്നാണെങ്കിലും കൊക്കയിൽ വീഴാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നേരെ ഇവിടെ നിൽക്കാൻ എനിക്ക് നല്ല പേടിയുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ നമുക്ക് ആ മൗണ്ടെയിനിലോട്ട് ചെല്ലണം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വ്യൂസ് നിങ്ങളെ ഞാൻ കാണിക്കാം. ലെറ്റ്സ് ഗോ. കണ്ണാൽ എന്നെ നോക്കവേ വർണ്ണമാരി വെല്ലിൻ പീലി കൊണ്ടുമേയും. ാണെങ്കിലും അതിലും 2 വർഷം ഞാൻ മൂക്കുകുത്തി അവിടെ വീട് താഴോട്ട് ഇറങ്ങുന്നു. ഇങ്ങനെ അടിവാരത്തെത്തി നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കണ്ടു. ഇതുവരെ ഇല്ലിക്കല്ല് പോയിട്ടില്ല. എന്നാണെങ്കിലും ഇന്ന് അതെന്നാണെങ്കിലും എൻ്റെ
ചാസിൻകാത്തിൽ അത് സാധിച്ചു തന്നിട്ടുണ്ട്. ഇത് ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇല്ലിക്കൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോകണം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ട്രക്കിങ്ങിന് വരാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങൾ ഇല്ലിക്കല്ലിൻ്റെ ഫ്രണ്ട് സൈഡിലല്ല പോകേണ്ടത്, നിങ്ങൾ ബാക്ക് സൈഡിൽ വരും. അവിടെ വരുവാണെങ്കിൽ നമുക്ക് മലയുടെ മേളിൽ കയറാൻ പറ്റും. പാതയുണ്ട്, നരകപാത. പക്ഷെ ഭയങ്കര ആംബിയൻസുമാണ്, ഭയങ്കര അഡ്വഞ്ചറുമാണ്. എന്നാണെങ്കിലും ഒരു വർഷമെങ്കിലും വരണം. മലയുടെ മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അടിപൊളി വ്യൂ ആണ്, നിങ്ങൾ മിസ്സാക്കരുത്. ഇതിൽ തെളിഞ്ഞ വെള്ളം നോക്ക്, നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.